അപ്പോൾ ഇന്ന് ഡേ 8 ഓഫ് പ്രിപ്പറേഷൻ ഫോർ ബോർഡ് എക്സാമാണ്. ഡേ 6ഉം 7ഉം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. 6ൽ എനിക്ക് എക്സാമായിരുന്നു. പിന്നെ 7th ഇന്നലെ എനിക്ക് തീരെ സമയം കിട്ടിയതില്ല. വീഡിയോസ് എടുക്കാനും ഒന്നിനും ഫുള്ള് ഓട്ടം ആയിരുന്നു. വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ. ആക്ച്വലി നൈറ്റ് ആയപ്പോൾ വന്നത്. നൈറ്റ് ആയപ്പോൾ എന്നെ കിടന്ന് തുടങ്ങി. ഇപ്പോൾ എനിക്ക് നാളെ എനിക്ക് കെമിസ്ട്രി പ്രാക്ടിക്കലിൻ്റെ മോഡൽ എക്സാമാണ്. ആൻഡ് പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നു. എന്താ ചെയ്യുക? അപ്പോൾ സോൾട്ട് അനാലിസിസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പെർമാഗ്നോമെട്രി അതിൻ്റെ മോർ സോൾട്ടിൻ്റെ ആയിരിക്കും ഉണ്ടാവുക. അത് ഉണ്ടാവും ഉറപ്പാണ്. പ്ലസ് സോൾട്ടുകളുടെ ഈ സോൾട്ടുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അമോണിയം കാർബണേറ്റ്, ലെഡ് അസിറ്റേറ്റ്, അലുമിനിയം സൾഫേറ്റ്, സിങ്ക് നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്. ഈ 6 നിന്നായിരിക്കും ഏതിൽ ഒരെണ്ണം വരിക. അമോണിയം കാർബണേറ്റ് കിട്ടും. ഒരു ഭാഗ്യം ചെയ്തതാണ്. ഇതിലേക്ക് പുണ്യം ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിലേക്ക്, അറിയില്ല. അത്രയ്ക്ക് ഭാഗ്യമാണ് ഇത് കിട്ടുന്നവർക്ക്. എനിക്ക് കിട്ടുമെന്നറിയില്ല. ഇപ്പോൾ മോഡൽ എക്സാമിന് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ബോർഡ് എക്സാമിന് കിട്ടണമെങ്കിൽ പഠിക്കും. അപ്പോൾ ഇതാണ് പ്രിൻ്റ് നോട്ടാണ് ഉപയോഗിക്കുന്നത് ഞാൻ. മറ്റേ അതിൻ്റെ മുന്നത്തെ ചെറിയൊരു ടെസ്റ്റ് ഉണ്ടാവും, ചെയ്യണം. അതിനെ ശരിക്കും നമ്മൾ അതിൻ്റെ ആനയോൻ്റെ കൺഫർമേറ്ററി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാറ്റിയോൻ്റെ കണ്ടുപിടിക്കുക. അതിൻ്റെ കൺഫർമേറ്ററി ഇത് ഫുള്ള് പഠിച്ച് തീർക്കണം. ഇപ്പോൾ ഏകദേശം സമയം 1:20. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1:30 മുതൽ 2:30, 3:30, 4:30, 3 മണിക്കൂർ 3 മണിക്കൂറൊക്കെ മതി ഇത് പഠിക്കാൻ, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. അതിനുശേഷം മറ്റേ പെർമാഗ്നോമെട്രി നോക്കണം. അപ്പോൾ ഏകദേശം ഒരു 6 മണിയാകുമ്പോഴേക്ക് തീർക്കുക എന്നാണ് എൻ്റെ ഒരു ഊഹം. 6 മണി മുതൽ ഏകദേശം ഒരു 7 മണി വരെ റെസ്റ്റ് എടുക്കും. അതിനുശേഷം കാർഡിയോ പ്ലസ് കുറച്ച് വെയിറ്റ് ട്രെയിനിങ്. ഇപ്പോൾ ജിമ്മിനൊന്നും പോകുന്നില്ല. വീട്ടിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. കുറച്ച് നാളായി വർക്കൗട്ട് ചെയ്തിട്ട്. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു ഫോക്കസ് ഇട്ടില്ല. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ പോലെ ഉണ്ടാവും. നമുക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും. നമുക്ക് കൂടി പ്രൊഡക്റ്റീവ് ആകും. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇന്ന് മുതൽ വീണ്ടും ഞാൻ ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ കാർഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 5 കിലോമീറ്റർ ഡെയിലി ഓടുന്നുണ്ടായിരുന്നു. പിന്നെ 2-3 ഒരാഴ്ച നിർത്തിയേക്കുക. അതിപ്പോൾ വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. വെയിറ്റ് ട്രെയിനിങ്. വീട്ടിൽ കുറച്ച് വെയിറ്റുകളുണ്ട്, അപ്പോൾ അത് വെച്ച് ചെയ്യും. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. തൽക്കാലം സ്റ്റഡീസിൻ്റെ മാത്രമേ ഇടുന്നത്. ഓക്കെ. ഇപ്പോൾ 1:20. ഇനി മുതൽ ഞാൻ വീഡിയോസ് ലോങ് ബ്രേക്ക് എടുത്തിട്ട് ഇടില്ല. അടുപ്പിച്ചടിപ്പിച്ചില്ല. ചെറിയൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണമെങ്കിൽ പോലും ഞാനത് വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോസ് ഇടാം. 20 പഠിച്ചു തുടങ്ങാൻ പോവാണ്. ഓക്കെ. ഇപ്പോൾ 1:35 അതിൻ്റെ മറ്റേ പ്രീലിമിനറി ടെസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഫോർ ആനയോണാണ്. അപ്പോൾ അത് ഏകദേശം 5 ഉണ്ട്. അപ്പോൾ അത് പഠിച്ച് തീർക്കണം. അതൊരു 10 മിനിറ്റ് കൊണ്ട് കഴിയേണ്ടതാണ്. നമുക്ക് നോക്കാം. അതിന് ശേഷം അതിൻ്റെ കൺഫർമേറ്ററി. ഓക്കെ. പല കഴിഞ്ഞു. അപ്പോൾ 2 പോയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഫുഡ് കഴിക്കാൻ ടൈമായി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഇപ്പോൾ 2 മണി. അവനൊരു മിനിറ്റ് ഭക്ഷണം കഴിച്ച് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആനയോട് തീർക്കുക. ഒരു 15 മിനിറ്റ് തീർക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. നോക്കാം. അങ്ങനെ 2:15 ഇപ്പോൾ മറ്റേ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് പറയാനോ കഴിഞ്ഞു. ഇനി അതിൻ്റെ കൺഫർമേറ്ററി പഠിക്കണം. അതൊരു 15 മിനിറ്റ് കൊണ്ട് പഠിച്ച് തീരും എന്നാണ് പ്രതീക്ഷ. എന്നിട്ട് ഇത് ഞാൻ ഒരു 10 രൂപ മറക്കും. ഇതിന് അതുപോലെ പഠിച്ച് മറക്കും. അപ്പോൾ വീണ്ടും ഒരു റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കൺഫർമേറ്ററി പഠിച്ച് കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് ഒറ്റയടിക്ക് റിവൈസ് ചെയ്യും. കൺഫർമേറ്ററി ഇവിടെ വരെയുണ്ട്. ഇവിടെ മുതൽ കാറ്റഗോൺസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ്. അപ്പോൾ അത് ഒരു 2:15 മുതൽ നോക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ കൺഫർമേറ്ററി പഠിച്ച് കഴിഞ്ഞിട്ട്
ഇത് ഫുള്ള് വീണ്ടും മെമ്മറൈസ് ചെയ്യണം. അല്ലെങ്കിൽ കാറ്റ് 1 പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിനെ മറക്കും, അങ്ങനെ ഫുള്ള് ഡിസോർഡർ ആവും. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ കാണാം, ഇത് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ഏകദേശം 3 മണി. മറ്റേ പ്രിലിമിനറി ടെസ്റ്റ് പക്ഷേ അവിടെ പോയി. പ്രിലിമിനറി ടെസ്റ്റ്, പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഫോർ ദി ആനയോൺ, അതിൻ്റെ കൺഫർമേറ്ററി ഫോർ ദി ആനയോൺ അത് പഠിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ കിട്ടുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഈ സെയിം ആൻസർ തന്നെ അവിടെ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോഴേ ചിലത് ഡൈലൂട്ട് ആയിരിക്കും, ചിലത് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് മാച്ച് ആവുന്നുണ്ട്. എന്നാലും ഏകദേശമൊക്കെ ഐഡിയ കിട്ടി പഠിച്ചു. പറഞ്ഞ പോലെ 3 മണിയാകുമ്പോഴേക്കും അല്ല 2:45 പറഞ്ഞിട്ടുണ്ടായത്, പക്ഷേ 3 മണിയാകുമ്പോഴേക്കും ഏകദേശം തീർത്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഫോർ ദി കാറ്റയോണാണ്. അപ്പോൾ കാറ്റയോണിൻ്റെ സെറ്റാക്കണം. പിന്നെ ഇത് വേറെ, ഇത് മറ്റേ വോളിമെട്രിക്കിൻ്റെ ഭാഗമാണ്. ഇത് ചെറുതായിട്ട് മറ്റേ റിയേഷൻ ഫോർ ആനിയോൺ, റിയേഷൻ ഫോർ കാറ്റയോൺ, അത് ചെറുതായിട്ട് ഇങ്ങനെ ബോക്സിലായിട്ട് കൊടുത്തതാണ്. ഈ സെയിം സാധനം തന്നെ, പക്ഷേ ബോക്സിലായിട്ട് കൊടുത്തതാണ്. പിന്നെ ഉള്ളത് ഇതാണ് എനിക്ക് അത്യാവശ്യം പഠിക്കാനുള്ളതെന്ന് തോന്നിയത്. നമ്മുടെ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ കാറ്റയോൺ അത്യാവശ്യം നോക്കാനുണ്ട്. ഇത് തീർക്കണം. ഇതും കൂടി തീർത്താൽ മാത്രമാണ് എനിക്ക് പെർമാഗ്നോമീറ്റർ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നോക്കാൻ പോണത്. ഇപ്പോൾ സമയം 3 മണി. അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് തീർക്കണം. അരമണിക്കൂർ മതിയായിരിക്കും, അപ്പോൾ അതുകൊണ്ട് തീർക്കണം. ഇപ്പോൾ 2:30 പഠിക്കാൻ തുടങ്ങുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരന് ചെറിയ സംശയമായിരുന്നു റെക്കോർഡ് എഴുതണതിനെ പറ്റിയിട്ട്, പിന്നെ ചെയ്യണതിനെ പറ്റിയിട്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ സമയമായി. അപ്പോൾ 2:30 മുതലാണ് പഠിച്ചു തുടങ്ങുന്നത്. അരമണിക്കൂർ കൊണ്ട് പഠിച്ച് തീരണം എന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പഠിച്ചു തുടങ്ങാൻ പോവാണ്. എള്ളുമിഠായി കഴിച്ചുകൊണ്ട് പഠിക്കുന്നു. റെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നമ്മുടെ ഇത് കാറ്റയോൺ സിമ്പിളായിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കല്ലാത്തിലും ആദ്യം മറ്റേ അമോണിയം ക്ലോറൈഡ്, പിന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കും. പിന്നെ മാത്രം മൂന്നാമത്തെ മറ്റേ സൊല്യൂഷൻ മാത്രമായിരിക്കും കുറച്ച് വ്യത്യാസം ഉണ്ടാവുക. സിമ്പിളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കാറ്റയോൺ. കുറച്ചുകൂടിയും പഠിക്കാൻ സിമ്പിളായി തോന്നി. പക്ഷേ കാറ്റയോണിൻ്റെ കൺഫർമേറ്ററി എന്തൊറ്റത് ഇപ്പോൾ ഇടവേ കുറേ ഉണ്ട്. എന്നിട്ട് ഇത് പഠിക്കാൻ തോന്നണം. അല്ല, തുടങ്ങി കഴിഞ്ഞു. 4:35 ഏകദേശം അരമണിക്കൂർ റെസ്റ്റ് എടുത്തു. അങ്ങനെ തുടങ്ങാണ് ഗൈസ്. അങ്ങനെ ഈ കൺഫർമേറ്ററി ഫോർ കാറ്റയോൺ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർമാഗ്നോമെട്രി മറ്റേ മോർസോൾട്ടിൻ്റെ അത് അങ്ങനെ പറഞ്ഞാൽ മതി. മോർസോൾട്ടിൻ്റെ പഠിക്കാം. ഓക്കെ, അപ്പോൾ കാണാം. സോൾട്ട് അനാലിസിസിൽ ഈ 6 സോൾട്ട് മാത്രമാണ് ഞങ്ങളുടെ ലാബിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ 6 ഏതിനും ഒരെണ്ണമായിരിക്കും വരിക. അപ്പോൾ ഇതിൽ ബേരിയം ഇതിലില്ല. അതിൻ്റെ അടുത്ത് നിന്നിട്ടാ എനിക്ക് ബേരിയം കൺഫർമേറ്ററി ഫോർ ബേരിയം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബേരിയം പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേരിയം മറ്റേ കാൽഷ്യം ഒരുമിച്ച് വരണം. അപ്പോൾ ഞാനത് പഠിക്കേണ്ട ആവശ്യം വരും, ചെറിയ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളതാണ് നമ്മുടെ മഗ്നീഷ്യത്തിൻ്റെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾട്ട് വയ്ക്കില്ല, അത് വരില്ല. മറ്റേ മെയിൻ എക്സാമിനും ഈ സോൾട്ടിൻ്റെ ആയിരിക്കും ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതിനെ മിസ് പറഞ്ഞ് തോന്നണം. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ പഠിക്കും, അതിപ്പോൾ പഠിക്കാത്ത സമയം മതി. പക്ഷേ ഇല്ലാത്തത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, സോൾട്ട് തന്നെ ഇല്ല. അപ്പോൾ കൺഫർമേറ്ററിയിൽ അപ്പോൾ കൺഫർമേറ്ററിയിൽ ആ മറ്റേ കിട്ടണത് മാത്രം എഴുതിയ പോലെ. അപ്പോൾ സിമ്പിളായില്ലേ, സിമ്പിൾ. 10 ഇപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ച് ഇപ്പോൾ ഏകദേശം മറന്നുപോയി. ഇത് വീണ്ടും വായിച്ച് നോക്കിയാലാണ് ഓർമ്മയുള്ളൂ. അപ്പോൾ എന്നിട്ടായാലും കുറച്ച് റെസ്റ്റ് എടുക്കും. അതിന് ശേഷം ഞാൻ വീണ്ടും നോക്കാം. വീണ്ടും നോക്കും. അതിന് ശേഷം പ്രിലിമിനറി ടെസ്റ്റ് മുതൽ വീണ്ടും നോക്കി വരും. അങ്ങനെയായിരിക്കും എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. 6:30 ഗൈസ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റിവിഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് മറ്റന്നാൾ സെൻഡ് ഓഫാണ്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൂട്ടാന്മാരെ വിളിച്ച്. അപ്പോൾ അങ്ങനെ ടൈം പോയി. 6:30 ഇത് റിവൈസ് ചെയ്യണം.
റിവൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. റിവൈസ് ചെയ്ത് തുടങ്ങിയാലാണ് എനിക്ക് മറ്റേ ഏത് പെർമാഗ്നോമെട്രി തുടങ്ങാൻ പറ്റുള്ളൂ. ഇത് സിമ്പിളാണെന്നാണ് എൻ്റെ വിചാരം. കൂട്ടാൻ പറഞ്ഞ ഒരു 10 മിനിറ്റ് പഠിച്ച് തീർക്കാന്നുള്ളതാണ്. ഇത് അതെ, ഇത് ഈ ഒരു പേജ് അല്ല, ഈ 2 പേജ്, ഈ പുറം ഇതാണ് പഠിക്കാനുള്ളത്. സിമ്പിളാണെന്ന് അവന്മാർ പറഞ്ഞു. സിമ്പിളായിരിക്കണം. അരമണിക്കൂർ കൊണ്ട് ഇത് സോൾട്ട് ഫുള്ള് ഞാൻ പഠിച്ച് തീർക്കണം. പിന്നെ എനിക്ക് വേണം അരമണിക്കൂർ മതി മറ്റേ ഈ പെർമാഗ്നോമെട്രി റിവിഷൻ ചെയ്യാനും പഠിക്കാനും. അപ്പോൾ അതൊക്കെ ടെൻഷനില്ല. അപ്പം ഇപ്പോൾ സോൾട്ട് അരമണിക്കൂർ കൊണ്ട് ഫുള്ള് റിവിഷൻ തീർക്കണം. 7 മണി മുതൽ ഞാൻ മിക്കുന്നത് കാർഡിയോയ്ക്ക് പോകും. കാർഡിയോ പ്ലസ് വെയ്റ്റ് ലിഫ്റ്റ്. പടിയിലിരിക്കണ്ടാവും. പോയി ഷൂ ആണ്. അധികം ഡമ്പലൊന്നുമില്ല, ചേച്ചിയാണ്. ചേച്ചി പഠിച്ചതാണ്. ഞാൻ സാധാരണ ഒരു ജിംക്കായ കാരണം ഡമ്പലിൻ്റെ ആവശ്യമില്ലല്ലോ, ജിമ്മിക്ക് പോയ പോലെ. പക്ഷേ ജിമ്മിന് പോകണില്ല. അപ്പോൾ ഇതിൻ്റെ യൂസ് ആക്കാം. അങ്ങനെ കാർഡിയോ സെഷൻ കഴിഞ്ഞു. ഇപ്പോൾ സമയം കാണണമെന്നറിയില്ല, ഏകദേശം 8 മണി പറയുന്നുണ്ട്. കാർഡിയോ ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂർ കാർഡിയോ ചെയ്തു. ഏകദേശം 1 മണിക്കൂർ ചെയ്തിട്ടുണ്ട് കാർഡിയോ. ജോഗിങ്ങും പ്ലസ് വാക്കിംഗ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെയും വീണ്ടും സോൾട്ടിനെ പഠിക്കണം. സോൾട്ടിനെ പഠിച്ച് കഴിഞ്ഞിട്ട് മറ്റേ പെർമാഗ്നോമെട്രി അത് നോക്കി കഴിഞ്ഞിട്ട് ഇന്നത്തെ കഴിയും. പിന്നെ നാളേക്ക് ഉച്ചയ്ക്ക് പരീക്ഷ. അപ്പോൾ ഉച്ചവരെ പഠിക്കാനുള്ള സമയമുണ്ട്. അങ്ങനെ പറഞ്ഞ എത്രയൊക്കെയുള്ളൂ. ശരി, ഇപ്പോൾ സമയം ഏകദേശം 10 മണിയാണ് പറയുന്നുണ്ട്. മറ്റേ പെർമാഗ്നോമെട്രി ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടിട്ടുണ്ട്, പഠിച്ച് കഴിഞ്ഞിട്ടില്ല. പഠിക്കണം. മറ്റേ അതിൻ്റെ പ്രിൻസിപ്പളിൻ്റെതും പിന്നെ മോർ സോൾട്ടിൻ്റെ ആ ഈ ഇക്വേഷൻ അതിൽ പറയുന്നത് ഇത് ചെയ്യണം. സോ ഇത് പിന്നെയും കുഴപ്പമില്ല, അതൊരു നാളെ നോക്കിയാലും കുഴപ്പമില്ല. പക്ഷേ സോൾട്ട് ഇന്ന് തന്നെ വീണ്ടും നോക്കണം. ബിക്കോസ് എല്ലാം മറന്നു പോയാച്ച്. പഠിക്കുന്ന സമയത്ത് കൺഫോമേറ്ററി ഫോർ കാറ്റയോൺ ഞാൻ സംഭവം ശ്രദ്ധിച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിചാരിക്കാം, ഇതിപ്പോൾ ഗ്രൂപ്പ് 1ൻ്റെ നമ്മൾ അസിറ്റിക് ആസിഡ് പിന്നെ പൊട്ടാസ്യം ക്രോമേറ്റ് എടുത്തു. അതിൽ നമ്മൾ സോൾട്ടാണെങ്കിൽ യെല്ലോ പ്രസിപിറ്റേറ്റ് കിട്ടും. പ്രസൻസ് ഓഫ് ലെഡ് അടിയിൽ വന്നിട്ട് നമ്മൾ ഫോർ ഗ്രൂപ്പ് 5 കാറ്റയോൺ മറ്റേ സോൾട്ട് സൊല്യൂഷനിൽ നമ്മൾ അസിറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റ് ഇട്ടു, യെല്ലോ പ്രസിപിറ്റേറ്റ് Ba2+. ശരി, എന്തിട്ട് പരിപാടി ഇതിപ്പോൾ എന്താണ്? പിന്നെ ഇവിടെ നോക്കൂ, നമ്മുടെ അലുമിനിയം കണ്ടുപിടിക്കാനും സിങ്ക് കണ്ടുപിടിക്കാനും നമ്മുടെ ആഷ് ടെസ്റ്റ് ഇല്ലേ, ആ സെയിം സാധനം അതിൻ്റെ അടിയത്തെ ആഷ് ടെസ്റ്റ് അല്ല, അതിൻ്റെ അടിയത്തെ NaOH സൊല്യൂഷനിൽ നമ്മൾ സോൾട്ട് സൊല്യൂഷൻ, ഇവിടെയും NaOH സൊല്യൂഷനിൽ സോൾട്ട് സൊല്യൂഷൻ, വൈറ്റ് ജെലാറ്റൈനീസ് പ്രസിപിറ്റേറ്റ് ഡിസോൾവ് ഇൻ NaOH, പിന്നെ ഇതിൽ വൈറ്റ് പ്രസിപിറ്റേറ്റ് ഡിസോൾവ് ഇൻ NaOH. അപ്പോൾ പെട്ടെന്ന് കാണുകയാണെങ്കിൽ ഇതിലിപ്പോൾ അലുമിനിയം ഏതാ സിങ്ക് ഏതാ മനസ്സിലാവില്ല. ഇതിപ്പോൾ രണ്ടെണ്ണം ചെയ്തൊരു വ്യക്തിക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ലാബിൽ എല്ലാവർക്കും സെയിം സംഭവങ്ങൾ കിട്ടണമെന്നില്ല. അതിലിപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപിറ്റേറ്റ് ആണോ വൈറ്റ് പ്രസിപിറ്റേറ്റ് ആണോ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ലേ. ഇതിൽ ഇത് വേറെ കേസ്. തലവേദന എടുക്കണം മനുഷ്യൻ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പോൾ തീർക്കണമെന്നാകണ്ടായിരുന്ന, പക്ഷേ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ എസ്റ്റിമേഷൻ ഓഫ് പൊട്ടാസ്യം, സോറി ഇതിലല്ലേ, എവിടെ പോയിസ്റ്റേ മോർ സോൾട്ട് ഇത് നോക്കും. പിന്നെ കിടന്നുറങ്ങും. പിന്നെ ഒരു 6 മണിയാകുമ്പോൾ എനിക്കും. അപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ സ്ലീപ്പ് കിട്ടും. 6 മണി 7 മണി സമയത്ത് എനിക്കും. പിന്നെ വീണ്ടും റിവൈസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഏകദേശം കഴിയേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കൂടെ കഴിഞ്ഞു. ഇനി അവസാനം വരെ നിൽക്കണില്ല, സമയമില്ല ഇനി. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വ്ളോഗ് കൂടെ കഴിഞ്ഞിരിക്കുന്നു. ബൈ.